നമസ്കാരം, കൊച്ചാപ്പാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മട്ടൻ കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മട്ടൻ കറി റെസിപ്പിയാണ്. കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ മട്ടനാണ്. അതിന് വേണ്ട ഉള്ളിയോ സവാളയോ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഞാനിവിടെ സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയ മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സവാളയും മറ്റ് തക്കാളി എല്ലാ സാധനങ്ങളും ഇട്ട് നമുക്കതിനെ ഒന്ന് ഒരു 6-8 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ഞാൻ ഓരോ ആളുകളുടെയും കുക്കറിൻ്റെ ഇതനുസരിച്ചാണ് അത് വേവുന്നത്. പിന്നെ മട്ടനും പല സ്ഥലങ്ങളിലുള്ള മട്ടന് വേവ് കൂടുതലും കുറവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് നോക്കുക. വേവ് കുറവായിട്ടാണുള്ളതെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടി 2-3 വിസിൽ കേൾപ്പിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് എൻ്റെ കുക്കറിൽ ഞാനിത് 8-10 വിസിലോളം ഞാൻ കേൾപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് വേണം എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ അടുപ്പിൽ തന്നെ അങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ സവാള ഒരു 5 സവാള 6 സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി. പിന്നെ തക്കാളി ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1-2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, പിന്നെ കറിവേപ്പില, പച്ചമുളക് ഒരു 4 പച്ചമുളകോളം ചേർത്തിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ പകുതി മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സ്പൈസസ് പൗഡറുകളാണ്. പൗഡറുകൾ ഗരം മസാല 1 സ്പൂണ്, ഒരു 2 സ്പൂൺ മുളക് പൊടി, അത് കാശ്മീർ ചില്ലിയും മറ്റേ എരിവുള്ള മുളക് പൊടി 2 ചേർത്തിട്ടുണ്ട്, 2 സ്പൂണാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 2.5 സ്പൂണ്, ഒരു 1/2 സ്പൂൺ 1/4 സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിത് കുരുമുളകിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് അടച്ച്, ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഒരു അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒരു 8-10 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. അത് ഓരോ ആളുകളുടെയും കുക്കറിൻ്റെയും ഓരോ സ്ഥലത്തുള്ള മട്ടൻ്റെയും ഇതനുസരിച്ചായിരിക്കും ഈ വേവുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഏകദേശം ഏതാണ്ട് ഇപ്പോൾ ഒരു 8-10 വിസിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിനിടയ്ക്ക് വെച്ചൊന്ന് കറണ്ട് പോയി. അപ്പോൾ കറണ്ട് പോയപ്പോൾ അതാണ് ആ കളർ വ്യത്യാസം കാണിക്കുന്ന വീഡിയോയിൽ. ഇവിടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ റെസിപ്പിയാണിത്. നല്ല കുറുകിയ ചാറ്, നല്ല ടേസ്റ്റുമാണിത്. ഇതിലേക്ക് ഞാൻ എണ്ണയോ മറ്റുള്ള ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് മട്ടനിൽ മാത്രമുള്ള എണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുത്താൽ ഇതിന് രുചി കൂടും. അപ്പോൾ നമുക്കിത് എണ്ണ അധികം ആവശ്യമില്ലാത്തൊരു ആളുകളാണ് ഞങ്ങളിപ്പോൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിതിലേക്ക് എണ്ണ ചേർക്കാത്തത്. ഇത് മട്ടനിൽ നിന്ന് മാത്രം ഇറങ്ങി വന്നിട്ടുള്ള എണ്ണയാണ് അതിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അത് നല്ല മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി ഞാൻ ഇത് തീ ഓഫ് ചെയ്യുകയാണ്. നന്നായിട്ട് വെന്തു എന്ന് പറഞ്ഞാൽ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.